ദൈവനാമം വീണ്ടും മഹത്വപ്പെടുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന വിഷയത്തെ തുടർന്ന് നമുക്ക് ഇന്നും അല്പമായിട്ട് ചിന്തിക്കാം. നമ്മൾ തിമോത്തിയോസിൻ്റെ 1-ാം ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൽ നിന്നാണ് നമ്മൾ പഠിച്ചു വരുന്നത്. തീത്തോസ് എഴുതിയ ലേഖനം അതിൻ്റെ 1-ാം അധ്യായവും അതുപോലെ തിമോത്തിയോസിൻ്റെ ലേഖനങ്ങളിലും നമ്മൾ ചേർത്ത് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചിന്തിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അതിനെ തുടർമാനമായിട്ട് നമുക്ക് 1 തിമോത്തിയോസ് 3-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ നിന്ന് നമുക്ക് അല്പമായിട്ട് ഇന്ന് ചിന്തിക്കുവാൻ സാധിക്കും. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന വിഷയം ശുശ്രൂഷകന്മാർ അല്ലെങ്കിൽ ഡീക്കൻസ് എന്ന ആ ഒരു വിഷയത്തെ ആസ്പദമാക്കിയാണ് കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമുക്ക് ചിന്തിക്കുവാൻ സാധിച്ചത്. അതിനെ തുടർന്ന് നമുക്ക് ഇന്ന് ചില കാര്യങ്ങൾ കൂടി അതിനോടനുബന്ധിച്ച് ചിന്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്ക് അതിനോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിച്ചതാണ് ശുശ്രൂഷകന്മാർ. ഒരു സഭയെ സംബന്ധിച്ച് ആ സഭയിൽ ശുശ്രൂഷകന്മാർ, ശുശ്രൂഷക്കാരത്തികൾ, അങ്ങനെ 2 കൂട്ടർ അല്ലെങ്കിൽ ശുശ്രൂഷകന്മാർ, ശുശ്രൂഷക്കാരത്തികൾ, കുടുംബമായിട്ടുള്ള ശുശ്രൂഷ എന്നീ നിലകളൊക്കെ നമുക്കൊരു സഭയെ എടുക്കുകയാണെങ്കിൽ അതിൽ ഉൾക്കൊള്ളുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് കുടുംബമായിട്ടുള്ള ഒരു ശുശ്രൂഷ അല്ലെങ്കിൽ ഒരു ശുശ്രൂഷകൻ തൻ്റെ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ കുടുംബമായിട്ട് ആയിരിക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ സാധിക്കും. ഇന്ന് അത് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് അതിനോടനുബന്ധിച്ച് ഒരു വേദഭാഗം എടുക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 16-ാമത്തെ അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം നമുക്ക് പ്രാരംഭമായിട്ട് വായിക്കാം. 1 കൊരിന്ത്യർ 16-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. സഹോദരന്മാരെ, സ്തെഫനോസിൻ്റെ കുടുംബം അഖായിലെ ആദ്യ ഫലം എന്നും അവർ വിശുദ്ധന്മാരുടെ ശുശ്രൂഷയ്ക്ക് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നുവല്ലോ. നമ്മൾ ശുശ്രൂഷകന്മാരോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ ശുശ്രൂഷക്കാരത്തികളോടുള്ള ബന്ധത്തിൽ ഒരു കുടുംബമായിട്ടുള്ള ഒരു ശുശ്രൂഷ ഉണ്ട് എന്നുള്ള കാര്യം വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പരാമർശിച്ചിരിക്കുന്ന ഒരു വേദഭാഗമാണ് സ്തെഫനോസിൻ്റെ കുടുംബം. നമ്മൾ സ്തെഫനോസിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അവരെ കുടുംബമായിട്ട് ദൈവവേലയിൽ അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള ശുശ്രൂഷയിൽ വളരെയധികം അധ്വാനിച്ചിരുന്ന ഒരു കുടുംബമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം, സ്തെഫനോസ് എന്ന വാക്കിന് അർത്ഥം ക്രൗൺ അല്ലെങ്കിൽ കിരീടം എന്നാണ് സ്തെഫനോസ് എന്ന വാക്കിൻ്റെ അർത്ഥം. നമ്മൾ വായിച്ച വാക്യത്തിൽ വരുമ്പോൾ അവിടെ ഒരു പ്രത്യേക പദം സ്തെഫനോസിനോടുള്ള കുടുംബത്തോടുള്ള ബന്ധത്തിൽ അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മൾ വായിച്ച വാക്യത്തിൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, അവർ വിശുദ്ധന്മാരുടെ ശുശ്രൂഷയ്ക്ക് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ കുറച്ചുകൂടെ നല്ല അർത്ഥങ്ങൾ നമുക്ക് അതിന് മനസ്സിലാകുവാനായിട്ട് സാധിക്കും. വിശുദ്ധന്മാരുടെ ശുശ്രൂഷയ്ക്ക് തങ്ങളെ തന്നെ ഏൽപ്പിച്ചു എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്, ദ ഹൗസ് ഓഫ് സ്റ്റീഫൻസ് ഈസ് ദ ഫസ്റ്റ് ഫ്രൂട്ട് ഓഫ് അഖായ ആൻഡ് ദാറ്റ് ദേ ഹാവ് അഡിക്റ്റഡ് ദംസെൽഫ് ടു ദ മിനിസ്ട്രി ഓഫ് ദി സെയിൻറ്റ്സ്. വിശുദ്ധന്മാരുടെ ശുശ്രൂഷയ്ക്ക് തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ഒരു കുടുംബമായിരുന്നു സ്തെഫാനോസിൻ്റെ കുടുംബം. അപ്പോൾ ഈ സ്തെഫാനോസിൻ്റെ കുടുംബം തങ്ങളെ തന്നെ ഏൽപ്പിച്ചു പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ ഇംഗ്ലീഷിൽ ഏൽപ്പിക്കുക എന്നുള്ള പദം അവിടെ പ്രയോഗിച്ചിരിക്കുന്നത് അഡിക്റ്റഡ്, തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. ഈ അഡിക്റ്റഡ് എന്നുള്ള പദം നമ്മൾ മലയാളത്തിൽ പല അർത്ഥങ്ങളും നമുക്ക് അതിന് കാണുവാൻ സാധിക്കും. തങ്ങളെ തന്നെ സമർപ്പിക്കുക, അല്ലെങ്കിൽ അതിൽ മുഴുകിയിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ചേർന്നിരിക്കുക, അല്ലെങ്കിൽ ഇതില്ലാതെ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയിലോട്ട് ആയിത്തീരുക എന്നീ പദങ്ങളൊക്കെ ഈ ഏൽപ്പിച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഈ അഡിക്റ്റഡ് എന്നുള്ള പദത്തിൽ സമാനമായിട്ടുള്ള വാക്കുകളായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ ഉദാഹരണമായിട്ട് നമ്മൾ ഇങ്ങനെ പറയാറുണ്ട് ചിലപ്പോഴൊക്കെ, അദ്ദേഹം അല്ലെങ്കിൽ ആ വ്യക്തി ഈ കഞ്ചാവിനൊക്കെ ഒരു അടിമപ്പെട്ട അല്ലെങ്കിൽ അടിമയായിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് നമ്മൾ പറയാറുണ്ട്. അതായത് ആ വ്യക്തിക്ക് അത് കൂടാതെ തനിക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കത്തില്ല, താൻ അതിന്
ഒരു അഡിക്റ്റ് ആയിപ്പോയി. തൻ്റെ ലൈഫിൽ അതില്ലാതെ തനിക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ സ്തേഫാനോസും കുടുംബവും ദൈവികമായിട്ടുള്ള ശുശ്രൂഷയിൽ ഒരു അഡിക്റ്റ് ആയിരുന്നു, അല്ലെങ്കിൽ തങ്ങളെ തന്നെ ഏൽപ്പിച്ചവരായിരുന്നു. ഈ ശുശ്രൂഷ ഇല്ലാതെ അവർക്ക് വേറെ ഒന്നുമില്ല. അവർ ദൈവികമായിട്ടുള്ള ശുശ്രൂഷയിൽ വർദ്ധിച്ചു വരുന്ന ഒരു കുടുംബമായിട്ട് നമുക്ക് സ്തെഫാനോസിനെയും കുടുംബത്തെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കുടുംബമായിട്ടുള്ള ശുശ്രൂഷ എന്ന് പറയുമ്പോൾ ഒരു സഭയിൽ നമുക്ക് കുടുംബമായിട്ട് ചെയ്യാവുന്ന പലവിധമായിട്ടുള്ള ശുശ്രൂഷകൾ ഒരു സ്ഥലം സഭയെ സംബന്ധിച്ച് ഉണ്ടായിരിക്കും. ഉദാഹരണത്തിന് കുടുംബമായിട്ട് രോഗികളെ പോയി, അല്ലെങ്കിൽ സഭയിൽ സുഖമില്ലാത്തവരെയൊക്കെ പോയി കുടുംബമായിട്ട് കാണുക, അവരെ സന്ദർശിക്കുക, അല്ലെങ്കിൽ ദരിദ്രരായ കുടുംബങ്ങളെ അവർക്ക് വേണ്ടി താങ്ങുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്യുക. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് കുടുംബമായിട്ട് ഒരു ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. നമ്മൾ ഈ സ്തെഫാനോസിനെ കുറിച്ച് കൂടുതലൊക്കെ പഠിക്കുമ്പോൾ അവരുടെ ശുശ്രൂഷയിൽ, പലവിധമായിട്ടുള്ള ശുശ്രൂഷയിൽ തങ്ങൾ വർദ്ധിച്ചു വരുന്നതായിട്ടൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ ഈ സ്തെഫാനോസിൻ്റെയും കുടുംബത്തോടുള്ള ബന്ധത്തിൽ അവരുടെ, അല്ലെങ്കിൽ അവർ ദൈവികമായിട്ടുള്ള ശുശ്രൂഷയിൽ തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ, അവരെ ചെയ്ത ശുശ്രൂഷ എന്ന് പറയുന്ന ആരുടെയും നിർബന്ധ പ്രകാരമല്ല അവർ ദൈവിക ശുശ്രൂഷയിൽ വർദ്ധിച്ചു വന്നത്. നമുക്കറിയാം, നമ്മൾ ദൈവിക സഭയിൽ അല്ലെങ്കിൽ സഭയിൽ ഒരു ശുശ്രൂഷ ചെയ്യുന്നത് അത് ആരുടെയും നിർബന്ധത്താൽ അരുത് നാം ദൈവിക ശുശ്രൂഷകൾ ചെയ്യേണ്ടത്. നമുക്ക് ആ ശുശ്രൂഷ അല്ലെങ്കിൽ ആ ഒരു കാര്യം ചെയ്യണമെന്നുള്ള ഒരു അവബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ദൈവമക്കളുമായിട്ടുള്ള ഒരു ശരിക്കുമുള്ള ഒരു കൂട്ടായ്മ ബന്ധം നമുക്ക് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ഈ ദൈവികമായിട്ടുള്ള ശുശ്രൂഷയിൽ നമുക്ക് വർദ്ധിച്ചു വരുവാനും നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. നമ്മൾ വെറും ഞായറാഴ്ചകളിൽ അല്ലെങ്കിൽ സഭായോഗങ്ങൾ കൂടുന്ന ദിവസങ്ങളിൽ മാത്രമല്ല സഹോദരി സഹോദരന്മാർ തമ്മിലുള്ള കൂട്ടായ്മ ബന്ധം ഉണ്ടായിരിക്കേണ്ടത്. നമ്മൾ അതിന് പുറത്തു പോയി കഴിഞ്ഞാലും ദൈവിക മക്കളുമായിട്ടുള്ള ഒരു ആത്മീയ ബന്ധവും നമുക്ക് ഉണ്ടായിരുന്നാൽ മാത്രമേ ദൈവികമായിട്ടുള്ള ശുശ്രൂഷയിൽ നമുക്ക് കുടുംബമായിട്ട് വർദ്ധിച്ചു വരുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അങ്ങനെ ചെയ്യുന്ന അനേക കുടുംബങ്ങൾ നമ്മുടെ മധ്യത്തിലുണ്ടല്ലോ. അവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്കറിയാം, പലവിധമായിട്ടുള്ള അല്ലെങ്കിൽ ഒരാളുടെ ആവശ്യമായിരിക്കത്തില്ല മറ്റൊരു ആവശ്യമെന്ന് ഇരിക്കുന്നത്. അപ്പോൾ അവരുടെ ആവശ്യങ്ങളിൽ പോയി കാണുകയും അവർക്ക് വേണ്ടുന്ന ഉത്സാഹം കൊടുക്കുകയും ചെയ്യേണ്ടത് ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ച് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഇരിക്കുന്നു. നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു സഭയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിരിക്കുന്ന ശുശ്രൂഷകൾ അത് എന്തൊക്കെയായിരിക്കും? ഏറ്റവും പ്രധാനം, അതായത് എല്ലാ സഭകളിലും പൊതുവായിട്ട് നടന്നു വരുന്ന അല്ലെങ്കിൽ പൊതുവായിട്ട് ഉണ്ടായിരിക്കുന്ന ശുശ്രൂഷകൾ എന്ന് പറയുന്നത്, ഒന്ന് വിവാഹ ശുശ്രൂഷ ഉണ്ടായിരിക്കും, പിന്നെ മരണ ശുശ്രൂഷ അല്ലെങ്കിൽ ശവസംസ്കാര ശുശ്രൂഷ ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള പലവിധമായിട്ടുള്ള ശുശ്രൂഷകൾ ഒരു സ്ഥലസഭയെ സംബന്ധിച്ച് ഒരു സഭയിൽ ഉണ്ടായിരിക്കും. എന്നാൽ ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ച് അല്ലെങ്കിൽ കുടുംബമായിട്ടുള്ള ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ച് ആ വിവാഹ ശുശ്രൂഷയിൽ തനിക്ക് പലവിധമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരിക്കും. എന്നാൽ ആ ഉത്തരവാദിത്തങ്ങൾ മുഴുവനായിട്ട് നിറവേറ്റുകയും ഈ ഒരു ശവസംസ്കാര ഞാനൊരു ഉദാഹരണം പറയുന്നതാണ്. ശവസംസ്കാര ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ആ ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കാതെ ഇരിക്കുന്നതും, അതല്ലാതെ എനിക്കുള്ള ശുശ്രൂഷയല്ല, അത് മറ്റുള്ളവർക്കുള്ള ശുശ്രൂഷയാണ്, എനിക്ക് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മാത്രമായിട്ടുള്ള ശുശ്രൂഷ, അത് എനിക്ക് മതി, ഇങ്ങനെ വിചാരിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത് ശരിക്കും ഒരു ശുശ്രൂഷകൻ ആയിരിക്കുവാനുള്ള സാധ്യത ഇല്ല. ശുശ്രൂഷകൻ എന്ന് പറയുമ്പോൾ ഏത് പ്രതിസന്ധിയിൽ, ദുഃഖവേളയിലും സന്തോഷവേളയിലും തനിക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ താൻ ആ സാഹചര്യങ്ങളിൽ തനിക്ക് എന്തൊക്കെ ചെയ്യുവാനായിട്ട് സാധിക്കുമോ അതെല്ലാം സ്വയം അറിഞ്ഞ് ചെയ്യുന്നവൻ ആയിരിക്കണം യഥാർത്ഥ ശുശ്രൂഷകന്മാർ. അല്ലാതെ അവർക്ക് വേണ്ടി അല്ലെങ്കിൽ
ആ ഒരു വിവാഹ ശുശ്രൂഷയ്ക്ക് അതിന് ചെയ്യുവാനായിട്ട് പ്രത്യേകം കൂട്ടാർ, അല്ലെങ്കിൽ ആ ശവസംസ്കാര ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ അത് ചെയ്യുവാനായിട്ട് വേറൊരു കൂട്ടാർ, അങ്ങനെ ഒരു തരംതിരിവ് സഭയിൽ ഇല്ല. ശുശ്രൂഷകന്മാർ എന്ന് പറയുമ്പോൾ അവർക്ക് എല്ലാത്തിലും, അല്ലെങ്കിൽ സഭയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിൽ നിന്ന് മാറി നിൽക്കുവാനായിട്ട് ദൈവം അനുവദിക്കുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഞാൻ സജീവങ്ങളുടെ അടുത്താണെന്ന് തോന്നുന്നു ഇങ്ങനെ പങ്കുവെച്ചത്, ഒരു ശവസംസ്കാര ശുശ്രൂഷ എന്ന് പറയുന്നത് അത് നമുക്ക് അതിനൊരു മുന്നൊരുക്കമൊന്നുമില്ല. ഒരു വിവാഹ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ ഒരു തീയതി ഉണ്ടാകും, അല്ലെങ്കിൽ ചില മാസങ്ങൾ, ചില ദിവസങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ ക്രമീകരണങ്ങളൊക്കെ നമുക്ക് ചെയ്യണമെന്നുള്ള ഒരു ബോധവും, അല്ലെങ്കിൽ നമുക്ക് അത് പലരെ ഏൽപ്പിച്ച് അത് നല്ലതായിട്ട് നമുക്ക് ചെയ്യുവാൻ സാധിക്കും. എന്നാൽ ഒരു ശവസംസ്കാരം അല്ലെങ്കിൽ ഒരു മരണം നടന്നു കഴിഞ്ഞാൽ അത് അറിയിച്ചിട്ടല്ല വരുന്ന ഒരു മരണം എന്ന് പറയും. അപ്പോൾ അത് പെട്ടെന്ന് വരുന്ന ഒരാളുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ പെട്ടെന്ന് കടന്നു വരുന്ന ഒരു സംഭവമാണ് മരണം എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, വിവാഹ ശുശ്രൂഷയ്ക്ക് ഒരുങ്ങുന്നതിനേക്കാൾ എത്രയോ കാര്യങ്ങളാണ് ഒരു മരണ ശുശ്രൂഷയ്ക്ക് അല്ലെങ്കിൽ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് നമുക്ക് പെട്ടെന്ന് അല്ലെങ്കിൽ മുൻകൂട്ടി ഒരു ക്രമീകരണങ്ങളൊന്നും നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ അതിൽ അനേക കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും മാറിയൊന്നും നിൽക്കാതെ എന്നെ മുന്നമേ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ. അങ്ങനെ ഒരു മനോഭാവം നമ്മുടെ ഉള്ളിൽ വരുവാനായിട്ട് പാടില്ല. ഏത് സാഹചര്യത്തിലും നമ്മുടെ മുന്നിൽ വരുന്ന ഉത്തരവാദിത്തം, അല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എനിക്ക് അറിയാം, അത് അറിഞ്ഞു ചെയ്യുക തന്നെ വേണം. ഞാനൊരു ഉദാഹരണമായിട്ട് ഇത് പറഞ്ഞതാണ്. അപ്പോൾ ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ച് കാര്യങ്ങൾ അറിഞ്ഞു ചെയ്യുകയും അത് ചെയ്യേണ്ടുന്ന ഒരു മനസാക്ഷിയുടെ അവബോധവും ഉള്ളിൽ ഉണ്ടായിരിക്കണം. അതാണ് യഥാർത്ഥ ശുശ്രൂഷകന്മാർ എന്ന് പറയുന്നത്. കൂടാതെ തന്നെ ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു കുടുംബമായിട്ടുള്ള ശുശ്രൂഷകനെ സംബന്ധിച്ച് ആ ശുശ്രൂഷകൻ്റെ ഒരു അവൈലബിലിറ്റി എപ്പോഴും ഉണ്ടായിരിക്കണം. ലഭ്യത, അവൈലബിലിറ്റി, അല്ലെങ്കിൽ ഒരു മേൽനോട്ടം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം, അല്ലെങ്കിൽ സഭയിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് അറിയുകയും അതിനോട് ക്രിയാത്മകമായിട്ട് പ്രതികരിക്കുകയും ചെയ്യണം. അല്ലാതെ അതിനൊരു കാലതാമസം വച്ച് ചെയ്യുവാനുള്ള ഒരു കാര്യമല്ല ശുശ്രൂഷകൻ ചെയ്യേണ്ടത്. ആ ശുശ്രൂഷകൻ്റെ ഒരു അവൈലബിലിറ്റി എപ്പോഴും ആ സഭയിൽ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ആ സഭ ഏറ്റവും നല്ലതായിട്ട് മുന്നോട്ട് പോകത്തുള്ളൂ. അതിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ ശുശ്രൂഷകന്മാർ, അല്ലെങ്കിൽ തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ഈ ശുശ്രൂഷകന്മാരുടെ പ്രത്യേകതകളൊക്കെ നമുക്ക് ഒന്ന് രണ്ട് വാക്യങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കും. ഈ സ്തെഫനോസിൻ്റെയും കുടുംബത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ സ്തെഫനോസിൻ്റെയും കുടുംബത്തിൻ്റെയും ചില പ്രത്യേകതകൾ നമുക്ക് ആ വായിച്ച വാക്യത്തിൽ കാണുവാനായിട്ട് സാധിക്കും. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം, 1-ാം ലേഖനം 16-ാമത്തെ അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിലോട്ട് വരുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു, സ്തെഫാനോസും ഫെർത്തുദോസും അഖായിക്കോസും വന്നത് എനിക്ക് സന്തോഷമായി. അപ്പോൾ ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ച് ആ ശുശ്രൂഷകൻ മറ്റുള്ളവർക്ക് സന്തോഷം പകരുന്ന ഒരു ജീവിതം ആയിരിക്കണം. അതാണ് ഇവിടെ വളരെ വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്നവൻ ആയിരിക്കണം. ഈ സ്തെഫാനോസിനെ സംബന്ധിച്ച് ആ സ്തെഫാനോസും കുടുംബവും മറ്റുള്ളവർക്ക്, അല്ലെങ്കിൽ അവർ വന്നത് വളരെയധികം സന്തോഷമായി എന്ന് ഈ വേദവാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക്, അല്ലെങ്കിൽ ദൈവിക മക്കൾക്ക്, അല്ലെങ്കിൽ കൂട്ടു സഹോദരി സഹോദരന്മാർക്ക് ഞാൻ അവരുമായിട്ട് പുലർത്തുന്ന ബന്ധം അത് അവർക്ക് സന്തോഷം നൽകുന്നത് ആയിരിക്കണം. നമ്മൾ ഒരു ദുഃഖത്തിലിരിക്കുന്ന ഒരു കുടുംബത്തെ പോയി കാണുമ്പോഴും ആ കുടുംബത്തിൽ നമ്മൾ ചെന്ന് കണ്ട് അവരോട് സംഭാഷിക്കുമ്പോൾ, അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ ആ കുടുംബത്തിന് എന്നിൽ നിന്നും ഒരു സന്തോഷം ആ കുടുംബത്തിന് ലഭിക്കണം. അല്ലാതെ
ഞാൻ ആ ഭവനത്തിൽ ചെന്നിരുന്ന് അപവാദം പറയുവാനോ മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുവാനോ അവർക്ക് സന്തോഷത്തിന് ഉപരിയായിട്ട് സങ്കടം വരുത്തുന്ന കാര്യങ്ങൾ എന്നിൽ നിന്ന് വരുവാനോ പാടില്ല. ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ച് ഞാൻ മറ്റുള്ളവരുമായിട്ട് ഇടപെടുമ്പോൾ അവർക്ക് സന്തോഷം പകരുന്നതായിരിക്കണം എൻ്റെ ജീവിതം, അല്ലെങ്കിൽ ഞാൻ പറയുന്ന സംസാരമായാലും എൻ്റെ പ്രവൃത്തിയായാലും അത് മറ്റുള്ളവർക്ക് സന്തോഷം പകരുന്നത് ആയിരിക്കണം. ആ ഭവനത്തിൽ പോവുകയാണെങ്കിൽ അവർക്ക് സന്തോഷം വരുന്ന കാര്യങ്ങൾ പറയുകയും പാട്ടുപാടുകയും പ്രാർത്ഥിക്കുകയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ ഉള്ളിൽ സന്തോഷം ഉളവാകും. അല്ലാതെ അവരെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ പറയുവാനായിട്ട് ഒരു ശുശ്രൂഷകനിൽ നിന്നും ഉണ്ടാകുവാനായിട്ട് പാടില്ല. അപ്പോൾ ഈ സ്തെഫനോസും കുടുംബവും അവർ ദൈവിക വേലയിൽ വർദ്ധിച്ചു വന്നപ്പോൾ, അല്ലെങ്കിൽ ദൈവിക ശുശ്രൂഷയിൽ സ്തെഫനോസും കുടുംബവും വർദ്ധിച്ചു വന്നപ്പോൾ അത് കൂട്ടു സഹോദരി സഹോദരന്മാർക്ക്, അവിടെ ഉള്ളവർക്ക് വളരെയധികം സന്തോഷം ഉളവാക്കിയെന്ന് ഇവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ സ്തെഫനോസിനെയും കുടുംബത്തെയും കുറിച്ച് 17-ാമത്തെ വാക്യത്തിൽ തന്നെ പറയുന്നു. ഒരു പദം അവിടെ കാണുവാനായിട്ട് സാധിക്കും. അവര് കുറവായിരിക്കുന്നത് നികത്തുക. അതായത് അവിടെ വായിക്കുന്നു, നിങ്ങളുടെ ഭാഗത്ത് കുറവായിരുന്നത് അവർ നികത്തിയിരിക്കുന്നു. വിച്ച് വാസ് ലേക്കിംഗ് ഓൺ യുവർ പാർട്ട് ദേ ഹാവ് സപ്ലൈഡ്. നിങ്ങളുടെ ഭാഗത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് കുറവായി വന്നത് അത് അവർ നികത്തി. സ്തെഫനോസും കുടുംബവും കുറവായിരുന്നത് നികത്തിയതായിട്ട് അവിടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ സ്തെഫനോസും കുടുംബവും തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ പല കാര്യങ്ങളിലും കുറവായിരുന്ന കാര്യങ്ങൾ അത് നികത്തുവാനായിട്ട് ഈ സ്തെഫനോസും കുടുംബവും മുഖാന്തരം ഉളവായതായിട്ട് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. ഈ കുറവായിരുന്നത് എന്ന് പറയുന്നത് അവിടെ ഇംഗ്ലീഷിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ടുള്ള പദം നമുക്കവിടെ കാണുവാൻ സാധിക്കും. ദേ ഹാവ് സപ്ലൈഡ്. അവര് ലഭ്യമാക്കിയതിൽ നിന്ന് കുറവായിട്ട് വന്ന കാര്യം അത് നികത്തുക. അതാണ് സ്തെഫനോസും കുടുംബവും ചെയ്ത കാര്യം. അത് പല കാര്യങ്ങളിൽ കുറവായിട്ടുള്ളത് വരാം. ആ കാര്യങ്ങളൊക്കെ ഇവർ നികത്തിയതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ഈ കുറവായി വന്നത് നികത്തുക എന്ന് ഞാൻ ഈ വാക്യങ്ങൾ വായിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓടി വന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഭക്ഷണത്തിൻ്റെയാണ്. ഭക്ഷണം നമ്മൾ ഈ നമ്മൾ ഈ സഭയിൽ ഭക്ഷണമൊക്കെ കൊടുക്കാറുണ്ടല്ലേ. ചില സമയങ്ങൾ കോട്ടേജ് മീറ്റിങ്ങുകളിലാകട്ടെ സഭായോഗങ്ങളിലാകട്ടെ എന്തിനായാലും നമ്മൾ ഭക്ഷണം കൊടുക്കാറുണ്ട്. എന്നാൽ ഈ ഭക്ഷണം അവർ സപ്ലൈ ചെയ്തിട്ട് പോകും, നമുക്ക് ലഭ്യമാക്കിയിട്ട് അവർ പോകും. അപ്പോൾ അതിന് ഒരു കുറവ് വന്നു കഴിഞ്ഞാൽ അതിന് തികഞ്ഞില്ല, ഭക്ഷണം തികഞ്ഞില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ വിചാരിക്കുകയാണ്, സപ്ലൈ ചെയ്തവർ കൊണ്ടുവരട്ടെ, എന്നിട്ട് ഇതിനൊരു വഴി ഉണ്ടാക്കാം, അവർ കൊണ്ടുവന്നിട്ട് ബാക്കിയുള്ളവർ കഴിച്ചാൽ മതി. ഇങ്ങനെ ഒരു മനോഭാവം നമ്മുടെ ഉള്ളിൽ വരികയാണ്. എന്താ സംഭവിക്കുക? ചിലപ്പോൾ അവർ കൊണ്ടുവന്നില്ലായി, അത്രയും സമയം വേസ്റ്റ് ആവും, കാര്യങ്ങൾ നടക്കത്തില്ല. അപ്പോൾ അവിടെ ഈ സപ്ലൈ ചെയ്തത് ആ തികയാതെ വന്നത് നികത്തുക, അല്ലെങ്കിൽ ശേഷമുള്ളവർക്ക് ആ ഭക്ഷണം ലഭ്യമാക്കി കൊടുക്കുക എന്നുള്ളത് എന്താ ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ച് അത് ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ഭക്ഷണം ലഭ്യമല്ലാതെ അല്ലെങ്കിൽ തികയാതെ അവിടെ വരുമ്പോൾ അത് എങ്ങനെയെങ്കിലും മറ്റു മാർഗങ്ങളിലൂടെ അത് ലഭ്യമാക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമായിട്ട് ഇരിക്കുന്നു. അപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോൾ കുറവായിരിക്കുന്നത് അത് തികയ്ക്കുക. അപ്പോൾ ഈ സപ്ലൈഡ് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിന് മറ്റ് മലയാള പദങ്ങൾ ഇങ്ങനെ പറയുന്നു: കുറവ് തീർക്കുക, അല്ലെങ്കിൽ എത്തിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ആവശ്യം തീർക്കുക, തികയ്ക്കുക, നിറയ്ക്കുക. ഇങ്ങനെയുള്ള അനേക മലയാള പദങ്ങൾ ഈ സപ്ലൈഡ് എന്നുള്ള പദത്തിന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ സ്തെഫാനോസും കുടുംബവും അവരെ ഏൽപ്പിച്ചിരുന്ന ശുശ്രൂഷയിൽ അവരെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ അതിൽ വളരെ ഉത്സാഹമുള്ളവരായിരുന്നു. പല കാര്യങ്ങളിൽ കുറവുള്ളതിൽ, അത് സാമ്പത്തികമുള്ളതായിട്ട് അല്ലെങ്കിൽ മറ്റ് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളാകട്ടെ ആത്മീയ കാര്യങ്ങളാകട്ടെ എന്തു തന്നെയായാലും ഈ കുറവായിരുന്ന കാര്യങ്ങളിൽ അത് നികത്തിയ ഒരു കുടുംബമായിരുന്നു സ്തെഫനോസിൻ്റെ കുടുംബം. പ്രിയമുള്ളവരെ,
നമ്മളെ തന്നെ ഒന്ന് ചിന്തിക്കാം. കഴിഞ്ഞ നാളുകളിൽ എന്തൊക്കെ കുറവുകളാണ് എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ സഭയോടുള്ള ബന്ധത്തിൽ സഭയിൽ എന്തൊക്കെ കുറവുകളാണ് വന്നിട്ടുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ആ കുറവുകൾ എനിക്ക് അറിയാമെങ്കിലും ഞാൻ അത് നികത്തിയില്ല എങ്കിൽ ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ച് അത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല. ആ കുറവുകൾ എനിക്ക് അറിയാം, നല്ലവണ്ണം അറിയാം ആ കുറവുകൾ എന്തൊക്കെയാണ്. അത് നികത്തിയേ പറ്റൂ, എന്നാൽ മാത്രമേ അത് മുന്നോട്ട് പോകത്തുള്ളൂ. അത് അറിയാമായിരുന്നിട്ടും ആ കുറവുകൾ നികത്തിയില്ല എങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം അത് നമുക്കും കുടുംബത്തിനും തന്നെയായിരിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഒരു സഭയെ സംബന്ധിച്ച് നമ്മൾ ചിന്തിച്ചതുപോലെ കുറവ് തികയ്ക്കുക എന്നുള്ളത് അത് പല കാര്യങ്ങളിൽ ആയിരിക്കുന്നു. കുറവ് തികയ്ക്കുക അല്ലെങ്കിൽ ഒരു ദൈവികമായിട്ടുള്ള ഒരു ശുശ്രൂഷ നടക്കുകയാണെങ്കിൽ അതിലെന്തെങ്കിലും ഒരു കുറവ് വരികയാണെങ്കിൽ അത് നികത്തുക എന്നുള്ളത് അവിടെയുള്ള ശുശ്രൂഷകന്മാരുടെ ഉത്തരവാദിത്തമായിട്ട് ഇരിക്കുന്നു. ഓരോ ശുശ്രൂഷകന്മാർക്കും അല്ലെങ്കിൽ ശുശ്രൂഷകന്മാർക്ക് പലവിധമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളാണല്ലോ. അപ്പോൾ ഒരു ശുശ്രൂഷകന് മറ്റുള്ളവരെ സഹായിക്കുക അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു കുറവ്, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഉദാഹരണത്തിന് സഭായോഗത്തിൽ വരുവാനായിട്ട് ഒരു കുടുംബത്തിന് വാഹന സൗകര്യമില്ല. അപ്പോൾ അത് ആ കുടുംബത്തിന് ഒരു കുറവായിട്ടിരിക്കുന്നു. അപ്പോൾ സഭായോഗങ്ങളിൽ വരുവാനായിട്ട് അവരെ കൂട്ടിക്കൊണ്ടുവരിക, ആ കുറവൊന്ന് നികത്തുക, അത് ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ച് വളരെ ഉത്തരവാദിത്വമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഇരിക്കുന്നു. നമ്മൾ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ വരുമ്പോൾ അവിടെ കാനാവിലെ കല്യാണത്തിനെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ടല്ലേ. അവിടെ എന്താ പറ്റിയത്? അവിടെ വീഞ്ഞ് തികഞ്ഞില്ല. അപ്പോൾ അവിടെ ഒരു കുറവ് സംഭവിച്ചു. ബാക്കി വരുന്ന വിരുന്നുകാർക്ക് കൊടുക്കുവാനായിട്ട് വീഞ്ഞ് തികഞ്ഞില്ല. അപ്പോൾ അവിടെ യേശു കർത്താവ് എന്താ ചെയ്തത്? യേശു കർത്താവ് ഇങ്ങനെ, അല്ലെങ്കിൽ അവിടെ ഉള്ളവർ വിചാരിക്കുകയാണ് ഈ വീഞ്ഞൊക്കെ സപ്ലൈ ചെയ്തവർ അവരുടെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അവർ കൊണ്ടുവന്നിട്ട് ആ കുറവൊക്കെ ബാക്കി വന്ന് അവരങ്ങ് നികത്തിക്കോളും. അങ്ങനെയാണ് അവിടെ ചെയ്തത്. അവിടെ എന്താ സംഭവിച്ചത്? അവിടെ എങ്ങനെയാ കുറവ് നികത്തിയത്? അവിടെ യേശു കർത്താവ് ആ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി ആ കുറവ് അവിടെ നികത്തി അത് പരിഹരിച്ചു. അപ്പോൾ നമ്മളായിരുന്നുവെങ്കിൽ നേരത്തെ ചിന്തിച്ചതുപോലെ ആ കുറവ് നികത്തുവാനായിട്ട് പലവിധമായിട്ടുള്ള മാർഗങ്ങളൊക്കെ പ്രയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായി സാധിക്കും. എന്നാൽ ആ കുറവ് പരിഹരിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരെയും ശുശ്രൂഷകന്മാരോടുള്ള ബന്ധത്തിൽ നമ്മുടെ ഉത്തരവാദിത്വമായിട്ട് ഇരിക്കുന്നു. നമ്മളൊരു ഭവനത്തിലാണെങ്കിൽ ഒരു കുടുംബത്തെ അല്ലെങ്കിൽ ഒരു അതിഥി സൽക്കാരത്തിനായിട്ട് വിളിക്കുമ്പോൾ അവിടെ ഭക്ഷണത്തിന് എന്തെങ്കിലും ഒരു കുറവ് സംഭവിച്ചാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ പെട്ടെന്ന് ഭക്ഷണം വെളിയിൽ നിന്ന് ക്രമീകരിക്കുകയോ അല്ലെങ്കിൽ ഭവനത്തിൽ ഉണ്ടാക്കുകയോ എന്തെങ്കിലും ചെയ്യും. അപ്പോൾ അതിനൊക്കെ നമുക്കൊരു വർദ്ധിച്ച ഒരു ഉത്സാഹമായിരിക്കും. അതുപോലെ തന്നെയാണ് കുടുംബം പോലെയാണ് സഭയിലുള്ള വിശ്വാസികളും സഹോദരന്മാരും. അപ്പോൾ സഭയിൽ ഇങ്ങനെയുള്ള കുറവുകൾ വരുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ സംഭവിച്ചതുപോലെ തന്നെ കണക്കാക്കി ആ കുറവുകൾ നികത്തേണ്ടുന്നത് നമ്മുടെ ഉത്തരവാദിത്തമായിട്ട് ഇരിക്കുന്നു. അപ്പോൾ സ്തെഫാനോസും കുടുംബവും ഈ ഒരു ശുശ്രൂഷയിൽ തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ട് അവര് ശുശ്രൂഷയിൽ ഏറ്റവും വർദ്ധിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കൂടാതെ തന്നെ നമ്മൾ അവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ സ്തെഫാനോസും കുടുംബവും അവർ വന്നപ്പോൾ ചില കാര്യങ്ങളൊക്കെ നടന്നതായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. അതായത് ഈ ശുശ്രൂഷകൻ അല്ലെങ്കിൽ സ്തെഫാനോസും കുടുംബവും നമ്മൾ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 16-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അവിടെ അടുത്തൊരു കാര്യം കാണുവാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട് നമ്മൾ കണ്ടത് അത് സ്തെഫാനോസും കുടുംബവും വന്നത് അവർക്ക് സന്തോഷമായി. രണ്ടാമത് നമ്മൾ കണ്ടത് അവരുടെ കുറവ് അവർ നികത്തിയതായിട്ട് നമ്മൾ കണ്ടു. മൂന്നാമതായിട്ട് ഒരു കാര്യം അവിടെ എഴുതിയിരിക്കുന്നത് 18-ാമത്തെ വാക്യത്തിൽ മനസ്സ് തണുപ്പിക്കുന്നവർ ആയിരുന്നു സ്തെഫാനോസും കുടുംബവും. ആ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അവർ എൻ്റെ മനസ്സും നിങ്ങളുടെ മനസ്സും തണുപ്പിച്ചുവല്ലോ. ഫോർ ദേ ഹാവ് റിഫ്രഷ്ഡ് മൈ സ്പിരിറ്റ് ആൻഡ് യുവേഴ്സ്. നിങ്ങളുടെ അല്ലെങ്കിൽ അവർ എൻ്റെ മനസ്സും നിങ്ങളുടെ മനസ്സും തണുപ്പിച്ചുവല്ലോ.
അപ്പോൾ ഈ മനസ്സ് തണുക്കുമ്പോഴാണ് ഈ സന്തോഷം ഉണ്ടാവുന്നത്. പലർക്കും പലവിധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ മനസ്സ് ക്ഷീണിച്ചു പോകാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. ക്ഷീണിച്ചു പോകാൻ, അല്ലെങ്കിൽ ഒരു മനസ്സ് മന്ദത പിടിച്ച് ഒരു ചൂട് പിടിക്കുന്ന ഒരു അവസ്ഥയിലായി തീരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിലായിരുന്നപ്പോൾ അവിടെ ഉള്ളവർക്ക് അവരുടെ മനസ്സ് തണുപ്പ് അല്ലെങ്കിൽ തണുപ്പിച്ചതായിട്ട്, അല്ലെങ്കിൽ ഈ സ്തെഫനോസും കുടുംബവും വന്നതുമൂലം അവരുടെ മനസ്സ് സന്തോഷവും സമൃദ്ധിയും കൊണ്ട് നിറഞ്ഞതായിട്ട് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 7-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ അവിടെ തീത്തോസിനെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. തീത്തോസിൻ്റെ മനസ്സിന് നിങ്ങളെല്ലാവരാലും തണുപ്പ് വന്നതുകൊണ്ട് അവനുണ്ടായ സന്തോഷ നിമിത്തം ഞങ്ങൾ എത്രയും അധികം സന്തോഷിച്ചു. അപ്പോൾ ഉള്ളില് ആ ഒരു മന്ദതയും മാറുമ്പോൾ മനസ്സിൽ സന്തോഷം ഉളവാകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചത്, ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ച് അവൻ മറ്റുള്ളവർക്ക് അവരുടെ മനസ്സ് തണുപ്പിക്കുന്നതായിരിക്കണം. അല്ലെങ്കിൽ ഒരു ചൂട് അല്ലെങ്കിൽ മന്ദത പിടിച്ചിരിക്കുന്ന വിശ്വാസിക്ക്, ഒരു സഹോദരിയാകട്ടെ സഹോദരനാകട്ടെ, കൂടുതൽ ഒരു മന്ദത പിടിപ്പിക്കുന്ന മനോഭാവം നമ്മളിൽ നിന്ന് ഉണ്ടാകരുത്. നമ്മളിങ്ങനെ പറയാറുണ്ടല്ലോ, രീതിയിൽ എണ്ണ ഒഴിക്കുക, അല്ലെങ്കിൽ ചൂട് പിടിച്ചിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ കുറച്ചുകൂടെ ചൂട് കൊണ്ട് അവർക്ക് കൊണ്ട് ഇട്ട് കൊടുക്കുക, അവർ കുറച്ചുകൂടെ വഷളാകട്ടെ എന്നുള്ളൊരു മനോഭാവം ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ച് ഉണ്ടാകുവാനായിട്ട് പാടില്ല. അവരെ ക്ഷീണ അവസ്ഥയിൽ നിന്നും അവരെ താങ്ങി ഒരു ശരിയായിട്ടുള്ള മനോഭാവത്തിൽ അവരെ നിർത്തുക എന്നുള്ളത് ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ചുള്ള ഒരു ഉത്തരവാദിത്വമായിട്ട് നമുക്ക് ഇരിക്കുന്നു. നമുക്ക് സദൃശ്യവാക്യങ്ങളിലോട്ട് വരുമ്പോൾ അവിടെ 25-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യത്തിൽ അവിടെ എഴുതിയിരിക്കുന്നു, വിശ്വസ്തനായ ദൂതൻ തന്നെ അയക്കുന്നവർക്ക് കൊയ്ത്ത് കാലത്ത് ഹിമത്തിൻ്റെ തണുപ്പ് പോലെ അവൻ യജമാനന്മാരുടെ ഉള്ളം തണുപ്പിക്കുന്നു. യജമാനന്മാരുടെ ഉള്ളം തണുപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ ആ ഒരു ഹൃദയം അല്ലെങ്കിൽ അവരുടെ ഉള്ളം ഒരു തണുപ്പിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം ഒരു ശുശ്രൂഷകനെയും അല്ലെങ്കിൽ ഒരു ശുശ്രൂഷകന്റെ കുടുംബത്തെ സംബന്ധിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം. നമ്മളാൽ അല്ലെങ്കിൽ ഒരു ശുശ്രൂഷകനിൽ നിന്ന് ഒരിക്കലും ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു സമീപനം സഹോദരി സഹോദരന്മാർക്കുണ്ടായി അവർ അതിൽ നിന്നും വേദനിക്കുവാനായിട്ട് പാടില്ല. അത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളിൽ നിന്നും ആർക്കും ഒരു വേദന മറ്റുള്ളവർക്ക് ഉണ്ടാകുവാനായിട്ട് പാടില്ല. അവർ ആൾറെഡി ചിലപ്പോൾ ഒരു വേദനയിലായിരിക്കും, അതിൽ കൂടി നമ്മളൊരു വേദന കൊടുത്ത് വേദന വർദ്ധിപ്പിക്കുന്നവരായിട്ട് തീരുവാനായിട്ട് പാടില്ല. നമ്മൾ അവരുടെ ഉള്ള് അറിഞ്ഞ്, അല്ലെങ്കിൽ അവരായിരിക്കുന്ന സാഹചര്യവും അവരായിരിക്കുന്ന പ്രതികൂലാവസ്ഥയും അറിഞ്ഞ് അവരുടെ മനസ്സ് തണുപ്പിക്കുന്നവർ, അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള ആ ഒരു കാര്യത്തിൽ അവരെ ഉത്സാഹിപ്പിച്ച് കൊണ്ടുവരുന്നവർ ആയിരിക്കണം ശുശ്രൂഷകനും ശുശ്രൂഷകന്റെ കുടുംബവും. നമ്മൾ സ്തെഫനോസിന്റെ ബന്ധത്തിൽ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ചിന്തിച്ചത്. സ്തെഫനോസും കുടുംബവും അവർ വന്നത് മറ്റുള്ളവർക്ക് സന്തോഷമായി. രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞത്, അവർ വന്നത് കുറവായിരിക്കുന്ന പലതും നികത്തുവാനായിട്ട് സാധിച്ചു. മൂന്നാമതായിട്ട് നമ്മൾ പഠിച്ച കാര്യം, സ്തെഫനോസും കുടുംബവും വന്നത് മറ്റുള്ളവരുടെ മനസ്സ് തണുപ്പിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. നമ്മൾ വേറൊരു വേദഭാഗം നമ്മൾ റോമർക്കെഴുതിയ ലേഖനത്തിൽ വരുമ്പോൾ ഈ ശുശ്രൂഷകൻ അല്ലെങ്കിൽ ശുശ്രൂഷ ചെയ്യുക അതിനോടുള്ള ബന്ധത്തിൽ ഒരു വാക്യം നമുക്ക് വായിക്കാം. റോമർക്കെഴുതിയ ലേഖനം 15-ാം അധ്യായം 25 മുതൽ 27 വരെയുള്ള വാക്യം നമുക്ക് വായിക്കാം. റോമർക്കെഴുതിയ ലേഖനം 15-ാം അധ്യായം 25 മുതൽ അതിൻ്റെ 27 വരെയുള്ള വാക്യങ്ങൾ. ഇപ്പോഴോ ഞാൻ വിശുദ്ധന്മാർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ യെരുശലേമിലേക്ക് യാത്രയാകുന്നു. ഇത് പൗലോസ് പറയുന്ന വാക്കുകളാണ്. യെരുശലേമിലെ വിശുദ്ധന്മാരിൽ ദരിദ്രയായവർക്ക് ഏതാനും ധർമ്മോപകാരം ചെയ്യുവാൻ മക്കെദോന്യയിലും അഖായയിലും ഉള്ളവർക്ക് ഇഷ്ടം തോന്നി. അവർക്ക് ഇഷ്ടം തോന്നി എന്ന് മാത്രമല്ല, അത് അവർക്ക് കടവും ആകുന്നു. ജാതികൾ അവരുടെ ആത്മീക നന്മകളിൽ കൂട്ടാളികൾ ആയെങ്കിൽ ഐഹിക നന്മകളിൽ അവർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ കടംപെട്ടിരിക്കുന്നുവല്ലോ.
നമ്മൾ ഈ വാക്യം അത് സ്റ്റെഫനോസിൻ്റെയും കുടുംബത്തിൽ നിന്ന് കുറച്ച് മാറി ചിന്തിക്കുന്ന ഒരു വാക്യമാണ്. എന്നാലും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്യമാണ് നമ്മൾ വായിച്ചത്. ഐഹിക നന്മകളിൽ ശുശ്രൂഷ ചെയ്യുക. Their duty is also to minister unto the incarnal things. ഐഹിക നന്മകളിൽ ശുശ്രൂഷ ചെയ്യുന്നവർ ആയിരിക്കണം. നമുക്കറിയാം, ഈ പൗലോസിനെ സംബന്ധിച്ച് അപ്പോസ്തലനായ പൗലോസ് താൻ യെരുശലേമിലേക്ക് യാത്രയാകുമ്പോൾ, അല്ലെങ്കിൽ ആ യാത്രയോടുള്ള ബന്ധത്തിൽ താൻ പറയുന്ന കാര്യമാണ്, യെരുശലേമിലെ വിശുദ്ധന്മാരിൽ ദരിദ്രയായ ഏതാനും ചിലർക്ക് ധർമ്മോപകാരം ചെയ്യുവാൻ മെക്കദോനിയയിലും അഖായിയിലും ഉള്ളവർക്ക് ഇഷ്ടം തോന്നി. നമ്മൾ സ്റ്റെഫനോസിൻ്റെയും കുടുംബത്തിൻ്റെയും കാര്യം ചിന്തിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതാണ്, അവർ സ്റ്റെഫനോസും കുടുംബവും അഖായിലെ ആദ്യ ഫലം. അപ്പോൾ അവർ കുടുംബവും വിശുദ്ധന്മാർക്ക് ശുശ്രൂഷ ചെയ്ത ഒരു കുടുംബമാണ്. കൂടാതെ തന്നെ ഇവിടെ പറയുന്ന വേറൊരു കാര്യം, മെക്കദോന്യ സഭയെക്കുറിച്ച് നമ്മൾ കൊരിന്ത്യർക്കെഴുതിയ രണ്ട് കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൽ ആദ്യമുള്ള പ്രാരംഭ വാക്യങ്ങളിൽ മെക്കദോന്യ സഭയെക്കുറിച്ചും അവരുടെ പ്രതികരണം, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ടുള്ള അവരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ ആ വാക്യങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ പറയുന്നത് ഐഹിക നന്മകളിൽ ശുശ്രൂഷ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഭൗതികമായിട്ടുള്ള ഒരു ആവശ്യങ്ങളിൽ ഇരിക്കുന്നവർക്ക് എന്നാൽ കഴിയുന്ന വിധം അവരെ സഹായം ചെയ്യുക. നമ്മൾ ഈ മെക്കദോന്യ സഭയോടുള്ള ബന്ധത്തിൽ നമ്മൾ കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 8-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, സഹോദരന്മാരെ, മെക്കദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. കഷ്ടത എന്ന കഠിന ശോധനയിൽ ആയിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള ധർമ്മവും കൂട്ടായ്മയും സംബന്ധിച്ച് അവർ വളരെ താല്പര്യത്തോടെ ഞങ്ങളോട് അപേക്ഷിച്ചു. പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും സ്വമേധയായി കൊടുത്തു എന്നതിന് ഞാൻ സാക്ഷി. 12-ാമത്തെ വാക്യത്തിലോട്ട് വരുമ്പോൾ അവിടെ പറയുന്നു, ഒരുത്തന് മനസ്സൊരുക്കമുണ്ടെങ്കിൽ പ്രാപ്തി ഇല്ലാത്തതുപോലെയല്ല, പ്രാപ്തി ഉള്ളതുപോലെ കൊടുത്താൽ അവന് ദൈവപ്രസാദം ലഭിക്കും. അപ്പോൾ ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ച് ഇതുപോലെ ഐഹിക കാര്യങ്ങൾ, അല്ലെങ്കിൽ ഭൗതിക കാര്യങ്ങളിൽ അവരെ സഹായിപ്പാനും അവന് അത് ചെയ്യുവാനുള്ള പ്രാപ്തി ഉണ്ടെങ്കിൽ അത് ചെയ്യുക തന്നെ വേണം. ഓരോരുത്തർക്കും ഓരോ പ്രാപ്തിയാണ്. അവരുടെ പ്രാപ്തി അനുസരിച്ച് ചെയ്യുവാനായിട്ടാണ് ഇവിടെ പറയുന്നത്. മെക്കദോന്യ സഭയെ സംബന്ധിച്ച് ആ മെക്കദോന്യ സഭയിലുള്ളവർ, ആ സഭയിലെ വിശ്വാസികൾ, അവർ മഹാകഷ്ടതയിലും മഹാദാരിദ്ര്യത്തിലും ഉള്ള കടന്നു പോകുന്ന കൂട്ടരായിരുന്നു. എന്നാൽ അവരെ സംബന്ധിച്ച് അവരുടെ ആ സന്തോഷവും അവരുടെ ആ സമൃദ്ധിയും ആ മഹാദാരിദ്ര്യമൊക്കെ ആ ധാരാളം ഔദാര്യം കാണിപ്പാനായിട്ട്, ആ ശുശ്രൂഷകളിൽ മറ്റുള്ളവരെ സഹായിപ്പാനായിട്ട് ഈ മെക്കദോന്യ സഭയിലുള്ളവർക്ക് ചെയ്യുവാനായിട്ട് സാധിച്ചു എന്ന് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ശുശ്രൂഷകളോടുള്ള ബന്ധത്തിൽ ഒരു സഭയെ സംബന്ധിച്ച് പലവിധമായിട്ടുള്ള കൂട്ടരാണല്ലോ ഉള്ളത്. അല്ലെങ്കിൽ ഉദാഹരണത്തിന് സാമ്പത്തികമായിട്ട് മുന്നോട്ടുള്ളവരും സാമ്പത്തികമായിട്ട് പുറകോട്ടുള്ളവരും, അല്ലെങ്കിൽ അത്യാവശ്യം സാമ്പത്തികമുള്ളവരും, അങ്ങനെ പല നിലയിലുള്ള കുടുംബങ്ങൾ നമ്മുടെ ഇടയിലുള്ളതായിട്ട് കാണുവാൻ സാധിക്കും. എന്നാൽ ഒരു ശുശ്രൂഷകൻ അല്ലെങ്കിൽ ശുശ്രൂഷകൻ്റെ കുടുംബത്തെ സംബന്ധിച്ച് അവർക്ക് ചെയ്യുവാനായിട്ട് ഏത് നിലവരെ പറ്റും എന്നുള്ളതിൽ അവർക്ക് ചെയ്യുവാൻ ഏതുവരെ സാധിക്കും അത് ചെയ്യണമെന്നാണ് ഇവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാനായിട്ട് സാധിച്ചത്. അവരുടെ ഐഹിക നന്മകളിൽ നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നവർ ആയിരിക്കണം. അങ്ങനെ ശുശ്രൂഷകൾ ആ രീതിയിൽ കുടുംബമായിട്ട് ചെയ്യുന്ന അനേക കുടുംബങ്ങൾ നമ്മുടെ മധ്യമുണ്ട്. അവർക്കൊക്കെ ദൈവം ധാരാളമായിട്ട് ഇനിയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് ഞാൻ ഈ ഭൗതിക നന്മകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചപ്പോൾ, നമ്മൾ ഈ കോവിഡ് സമയത്ത് 2018, 19, 20 ആ കാലയളവിൽ ഈ നമ്മൾ സഭയായിട്ട് നമ്മൾ മാസത്തിൻ്റെ ഈ എല്ലാ ആഴ്ചയും നമ്മൾ സുവിശേഷന്മാർക്ക് കൂട്ടായ്മ കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ കോവിഡ് സമയത്ത് സഭാ കൂടിയേരവില്ല, നമ്മൾ എല്ലാം ഓൺലൈൻ സൂം വഴിയൊക്കെ ആയിരുന്നു.
അപ്പോൾ പ്രത്യേക സ്തോത്ര കാഴ്ചയോ അങ്ങനെയുള്ള സാമ്പത്തികമായിട്ടുള്ള കൂടിവരവോ കളക്ഷനോ ഒന്നും നമുക്ക് ഇല്ലായിരുന്നു. ഓരോരുത്തർക്ക് അവരുടെ പ്രാപ്തി പോലെ അവർ ബാങ്ക് അക്കൗണ്ട് വഴിയും അങ്ങനെയുള്ള കാര്യങ്ങളിലായിരുന്നു കൂട്ടായ്മ തന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം, ആ ഒരു സാഹചര്യത്തിലൂടെ സഭ കടന്നു പോയപ്പോൾ ഈ വിശുദ്ധന്മാർക്ക് നമ്മൾ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് സാധിച്ചു. അത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് നമ്മളിപ്പോൾ കൊടുക്കുന്നത് പോലെ തന്നെ നമുക്ക് കിട്ടുന്നതിൻ്റെ ഒരു കൂട്ടായ്മയുടെ ഒരു ഓഹരി, ഒരു പങ്ക് മുടങ്ങാതെ എല്ലാ മാസവും ആ വിശുദ്ധന്മാർക്ക് അല്ലെങ്കിൽ സുവിശേഷ വേല ചെയ്യുന്ന ദൈവമക്കൾക്ക് അല്ലെങ്കിൽ ദൈവഭക്തന്മാർക്ക് നമുക്ക് കൊടുക്കുവാനായിട്ട് സാധിച്ചു. അത് എത്രയോ ശ്രേഷ്ഠമുള്ള കാര്യമാണ്, അല്ലേ? നമ്മൾ മുടങ്ങാതെ, ഇത് എന്ന് മുതൽ ആരംഭിച്ചോ ഇന്ന് വരെയും അത് മുടങ്ങാതെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിൽ വന്നിട്ടും വിശുദ്ധന്മാരുടെ ശുശ്രൂഷയ്ക്ക് നമുക്ക് കൊടുക്കേണ്ടുന്ന ആ സമയത്ത് അവർക്ക് യോഗ്യമാം വണ്ണം നമ്മുടെ പങ്കിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ കൂട്ടായ്മയിൽ നിന്ന് അവർക്ക് കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ നമുക്ക് ചിലരൊക്കെ ചിലപ്പോൾ പറയുന്നുണ്ടായിരിക്കും, ഈ ഒരു സാഹചര്യത്തിൽ വരുമാനമൊന്നും ഇല്ലാതിരിക്കുമ്പോൾ അവർക്കൊക്കെ ഇത് കൊടുക്കേണ്ടുന്ന ആവശ്യകതയൊന്നും ഇല്ല, അല്ലെങ്കിൽ ഗവൺമെൻറ് ആ സമയത്ത് അനേക കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, റേഷൻ കടയിൽ ഫ്രീ കിറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ക്രമീകരിച്ചിട്ടുണ്ട്. അവർ അതിൽ നിന്നൊക്കെ പങ്കുകൊണ്ട് ഓഹരി ലഭിച്ച് അവർ കഴിഞ്ഞു പൊയ്ക്കൊള്ളും. അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യം ഈ സമയങ്ങളിൽ ചെയ്യേണ്ടുന്ന ഒരു ആവശ്യകതയും ഇല്ല പ്രിയമുള്ളവർ. എന്നാൽ അങ്ങനെയല്ല, നമ്മൾ അവർക്ക് ആ വിശുദ്ധന്മാർക്ക് ഇങ്ങനെയുള്ള കൂട്ടായ്മ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൈവശം അവർക്ക് കൊടുക്കുവാനുള്ള ഓഹരി ഉണ്ടെങ്കിൽ അതൊരു ചെറിയ അംശമാണെങ്കിൽ പോലും അത് അവർക്ക് കൊടുത്തേ പറ്റത്തുള്ളൂ. അത് ദൈവം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ദൈവം പ്രസാദിക്കുന്ന ഒരു ശുശ്രൂഷയായിട്ടിരിക്കുന്നു. ഞാൻ സഭയോടുള്ള ബന്ധത്തിൽ അവർക്ക് കൊടുക്കുന്ന കാര്യം മാത്രമാണ് പറഞ്ഞത്. ആ കാലയളവിൽ അനേക വിശുദ്ധന്മാർക്കും അനേക കുടുംബങ്ങൾക്കും ഇങ്ങനെയുള്ള സാമ്പത്തികമായിട്ട് ആ കാലയളവിൽ അനേകരെ സഹായിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു. അതിൽ യാതൊരു സംശയമില്ല. എന്നാൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ നമുക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വിശുദ്ധന്മാർക്ക് കൊടുക്കേണ്ടതും അവരെ ശുശ്രൂഷിക്കേണ്ടുന്നതും നമ്മുടെ ഓരോരുത്തരെയും ഉത്തരവാദിത്വമായിട്ട് ഇരിക്കുന്നു. അതിൽ നമുക്ക് യാതൊരു സംശയമില്ല. നമ്മൾ ഈ സ്തെഫനോസിൻ്റെയും കുടുംബത്തിൻ്റെയും ചിന്തിച്ചതുപോലെ തന്നെ നമ്മൾ ഒരു ഭക്തൻ്റെ കാര്യം കൂടി നമ്മൾ ചിന്തിക്കുന്നത് നന്നായിരിക്കും. നമ്മൾ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായത്തിലോട്ട് വരുമ്പോൾ അവിടെ ഒരു സഹോദരനെ എപ്പഫ്രാദിത്തോസിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് കാണുവാൻ സാധിക്കും. എപ്പഫ്രാദിത്തോസിൻ്റെ നമ്മൾ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അവിടെ പറയുന്നു, എൻ്റെ സഹോദരനും കൂട്ടുവേലക്കാരനും സഹഭടനും നിങ്ങളുടെ ദൂതനും എൻ്റെ ബുദ്ധിമുട്ടിന് ശുശ്രൂഷിച്ചവനുമായ എപ്പഫ്രാദിത്തോസിനെ നിങ്ങളുടെ അടുക്കൽ അയക്കുന്നു. അപ്പോൾ ഈ എപ്പഫ്രാദിത്തോസിനെ കുറിച്ച് പറയുമ്പോൾ താനെ ശുശ്രൂഷിച്ച വിധം എങ്ങനെയെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് താൻ ശുശ്രൂഷിച്ചത്? ബുദ്ധിമുട്ടിന് അല്ലെങ്കിൽ നിങ്ങളുടെ ദൂതൻ എൻ്റെ ബുദ്ധിമുട്ടിന് ശുശ്രൂഷിച്ചവനുമായ എപ്പഫ്രാദിത്തോസ്. അതായത് മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകളിൽ നമ്മൾ ശുശ്രൂഷകൾ ചെയ്യണം. നമ്മളത് നേരത്തെ ചിന്തിച്ച കാര്യമാണ്. മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞ് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് ആ നിലയിൽ അല്ലെങ്കിൽ ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ രോഗമായിക്കൊള്ളട്ടെ, എന്ത് പ്രയാസങ്ങളായിക്കൊള്ളട്ടെ, അവരുടെ ബുദ്ധിമുട്ടുകളിൽ കടന്നു ചെന്ന് ഈ എപ്പഫ്രാദിത്തോസിനെ പോലെ ശുശ്രൂഷകൾ ചെയ്യേണ്ടുന്നത് വളരെ ആവശ്യമുള്ള കാര്യമാണ്. ഞാൻ നേരത്തെ ചിന്തിച്ച പോലെ ആ കോവിഡ് സമയത്ത് നമ്മൾ വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചത് അല്ലെങ്കിൽ അവർക്ക് കൊടുത്തതുപോലെ ആ സമയങ്ങളിൽ നമ്മുടെ സഹോദരന്മാരെല്ലാവരും കോവിഡിൻ്റെ രോഗത്താൽ അല്ലെങ്കിൽ അസുഖത്താൽ വളരെയധികം ഭാരപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ, മരുന്നാകട്ടെ, ആഹാരമാകട്ടെ, അല്ലെങ്കിൽ ആശുപത്രിയിൽ പോകുന്നതാകട്ടെ, അതിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തു. അതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഈ എപ്പഫ്രാദിത്തോസിനെ കുറിച്ച് പറയുന്നത് തൻ്റെ ഞങ്ങളുടെ ബുദ്ധിമുട്ടിന് അവർ ശുശ്രൂഷിച്ചു. എപ്പഫ്രാദിത്തോസ് ശുശ്രൂഷിച്ചു. അതുപോലെ തന്നെ ഇതുപോലെയുള്ള രോഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ അവരുടെ അടുക്കൽ ചെന്ന് അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവർക്ക് വേണ്ടുന്നത് ചെയ്തു കൊടുത്ത് ആ നിലയിൽ ശുശ്രൂഷിപ്പാൻ
ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. കൂടാതെ തന്നെ ഈ എപ്പഫ്രാദിത്തോസിനെ കുറിച്ച് പറയുന്ന വേറൊരു കാര്യം, 2-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അവിടെ പറയുന്നു, എനിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ശുശ്രൂഷയുടെ കുറവ് തീർപ്പാനല്ലോ അവൻ തൻ്റെ പ്രാണനെ പോലും കരുതാതെ ക്രിസ്തുവിൻ്റെ വേല നിമിത്തം മരണത്തോളം ആയിപ്പോയത്. അപ്പോൾ നമ്മൾ ഈ ശുശ്രൂഷയുടെ കുറവ് തീർക്കുക എന്നുള്ളത് നമ്മളത് നേരത്തെ ചിന്തിച്ച കാര്യമാണ്. സ്തെഫനോസിൻ്റെയും കുടുംബത്തോടുള്ള ബന്ധത്തിൽ അത് കുറവ് തീർക്കുക എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞ കാര്യമാണ്. അതുപോലെ തന്നെ എപ്പഫ്രാദിത്തോസിനോടുള്ള ബന്ധത്തിലും പറയുന്ന ഒരു കാര്യമാണ്, ശുശ്രൂഷകളുടെ കുറവ് തീർപ്പാനത്രേ അവൻ തൻ്റെ പ്രാണനെ പോലും കരുതാതെ ക്രിസ്തുവിൻ്റെ വേല നിമിത്തം മരണത്തോളം ആയിപ്പോയത്. ഈ എപ്പഫ്രാദിത്തോസ് തൻ്റെ പ്രാണനെ പോലെ താനെ, നമ്മൾ ആ വാക്യങ്ങൾ വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ താന് രോഗത്തിലൂടെയൊക്കെ കടന്നു പോയപ്പോൾ അതൊന്നും വകവയ്ക്കാതെ താന് ആ ശുശ്രൂഷകൾ തീർക്കുവാനും അല്ലെങ്കിൽ അതിൻ്റെ മധ്യേ കുറവായുള്ളത് തീർക്കാനുമൊക്കെ ഈ എപ്പഫ്രാദിത്തോസിന് കഴിഞ്ഞതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ചിന്തിച്ച കാര്യം, ഒരു ശുശ്രൂഷകനോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ ഒരു കുടുംബമായിട്ടുള്ള ശുശ്രൂഷ എന്ന് പറയുന്നത് സഭയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ശുശ്രൂഷയാണ്. സഭയിൽ ശുശ്രൂഷക്കാരുണ്ട്, ശുശ്രൂഷക്കാരത്തികളുണ്ട്, കുടുംബമായിട്ടുള്ള വേല അല്ലെങ്കിൽ ശുശ്രൂഷകൾ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. എന്നിരുന്നാൽ തന്നെയും ഈ നിലയിലൊക്കെ ശുശ്രൂഷകന്മാർ ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ മറ്റ് വിശ്വാസികൾക്ക് അവരോടുള്ള മനോഭാവം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതും കൂടെ നമ്മൾ ഇതിനോട് ചിന്തിച്ചു പോകുന്നത് നല്ലതായിരിക്കണം. ഒരു സഭയിലെ ശുശ്രൂഷകൻ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കുടുംബമായിട്ട് ചെയ്യുന്ന ശുശ്രൂഷകളിൽ മറ്റ് സഹോദരീ സഹോദരന്മാർ അല്ലെങ്കിൽ മറ്റ് കൂട്ടു സഹോദരീ സഹോദരന്മാർ അവർക്ക് ആ ശുശ്രൂഷകനോടും കുടുംബത്തോടുമുള്ള മനോഭാവം എങ്ങനെ ആയിരിക്കണമെന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. നമ്മൾ ആദ്യമായിട്ട് റോമർക്ക് എഴുതിയ ലേഖനം 16-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം വരുമ്പോൾ അവിടെ ഫേബയെ കുറിച്ചുള്ള കാര്യമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ശുശ്രൂഷക്കാരത്തിയോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിച്ച കാര്യമാണ്. അവിടെ വായിക്കുന്നത്, നമ്മുടെ സഹോദരിയും കെങ്ക്രയ സഭയിലെ ശുശ്രൂഷക്കാരത്തിയുമായ ഫേബയെ നിങ്ങൾ വിശുദ്ധന്മാർക്ക് യോഗ്യമാവണ്ണം കർത്താവിൻ്റെ നാമത്തിൽ കൈക്കൊണ്ടു. ആ ഒരു പദം നിങ്ങൾ ശ്രദ്ധിക്കണം. അവിടെ ശുശ്രൂഷക്കാരത്തിയായ ഫേബയെ മറ്റുള്ളവർ എങ്ങനെയാണ് കണ്ടത് എന്നുള്ളത് അവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കർത്താവിൻ്റെ നാമത്തിൽ കൈക്കൊണ്ടു. ഇംഗ്ലീഷിൽ നമ്മൾ റിസീവ് ഹെർ എന്നാണ് തോന്നുന്നു അവിടെ പറഞ്ഞിരിക്കുന്നത്. അവളെ സ്വീകരിച്ചു, അല്ലെങ്കിൽ ആ ഫേബയെ അവർ കൈക്കൊണ്ടു. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം, ശുശ്രൂഷകൾ, സഭയിൽ ശുശ്രൂഷകൾ ചെയ്യുന്ന സഹോദരനാകട്ടെ സഹോദരിയാകട്ടെ കുടുംബമാകട്ടെ, അവരോട് മറ്റുള്ളവർ അവരെ സ്വീകരിക്കുന്ന ഒരു മനോഭാവം ഉണ്ടായിരിക്കണം. ശുശ്രൂഷകരെ സ്വീകരിക്കുന്ന ഒരു മനോഭാവം ഉണ്ടായിരിക്കണം. കൂടാതെ തന്നെ നമ്മൾ എപ്പഫ്രാദിത്തോസിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചപ്പോൾ ആ 2-ാമത്തെ അധ്യായം അതിന്റെ 29-ാമത്തെ വാക്യത്തിൽ പറയുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, എപ്പഫ്രാദിത്തോസിനെ കർത്താവിൽ പൂർണ്ണ സന്തോഷത്തോടെ കൈക്കൊള്ളു. പൂർണ്ണ സന്തോഷത്തോടെ. അപ്പോ വെറുതെ അവരെ കൈക്കൊണ്ടാൽ മാത്രം പോരാ, പൂർണ്ണ സന്തോഷത്തോടെ കൈക്കൊള്ളുക. അവിടെ റിസീവ് എന്നുള്ള പദമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആദ്യം ആ ഫേബയോടുള്ള ബന്ധത്തിലും ഈ എപ്പഫ്രാദിത്തോസിനോടുള്ള ബന്ധത്തിലും സ്വീകരിക്കുക അല്ലെങ്കിൽ ഉൾക്കൊള്ളുക, കൈക്കൊള്ളുക എന്നുള്ള പദം പറയുമ്പോൾ ഇരുവരെയും സ്വീകരിക്കുക എന്നുള്ള പദമാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വേല ചെയ്യുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ശുശ്രൂഷിക്കുന്നവരെ നമ്മൾ സ്വീകരിച്ചേ മതിയാകുകയുള്ളൂ. അവരെ സ്വീകരിക്കണം. അവർ അർഹിക്കുന്ന കാര്യങ്ങളിൽ അവർക്ക് ബഹുമാനം കൊടുക്കുകയും അവരെ സ്വീകരിക്കുകയും കൈക്കൊള്ളുകയും ചെയ്യണമെന്ന് വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നു. നമ്മള് കൈക്കൊള്ളുക എന്ന് പറയുമ്പോൾ അവരെ അംഗീകരിക്കുക എന്ന് കൂടി അർത്ഥം വരുന്നു. അവരെ അംഗീകരിക്കുക, അതായത് അവർ ചെയ്യുന്ന വേലകളും അവർ ചെയ്യുന്ന ശുശ്രൂഷകളും ദൈവനിയമത്തിൽ ചെയ്യുന്ന കാര്യങ്ങളും അവർ അതൊക്കെ അംഗീകരിക്കുക. ആ കാര്യങ്ങൾ അംഗീകരിക്കുന്നത് പോലെ തന്നെ അവരെ അംഗീകരിക്കുക, അവരെ ഉൾക്കൊള്ളുക, കൈക്കൊള്ളുക. ഇത് നമ്മൾ ഓരോരുത്തരും ശുശ്രൂഷ ചെയ്യുന്നവരെ അത് കൈക്കൊള്ളേണ്ടത് ആവശ്യമാണ്. ഞാൻ എന്റെ കൂടെ നിർത്തിയാണ് ഞാൻ
പറയുന്നത് നമ്മുടെ മുന്നിൽ ശുശ്രൂഷകൾ ചെയ്യുന്ന അനേക സഹോദരി സഹോദരന്മാർ കുടുംബങ്ങളുണ്ട്. എന്നാൽ നമ്മൾ അവരെയൊക്കെ കൈക്കൊള്ളേണ്ടതും അവരെ ഉൾക്കൊള്ളേണ്ടതും ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ്. അത് വെറുതെ കൈക്കൊണ്ടാൽ പോലെ പൂർണ്ണ സന്തോഷത്തോടു കൂടി തന്നെ അവരെ കൈക്കൊള്ളണം. കൂടാതെ തന്നെ രണ്ടാമതായിട്ട് ഒരു കാര്യം അവിടെ പറയുന്നത് ഒന്നാം ലേഖനം അതിന്റെ 16-ാം അധ്യായം 16-ാമത്തെ വാക്യം സ്തെഫാനോസിനെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ പറയുന്ന കാര്യമാണ്. അവരോടുള്ള പ്രതികരണം നമ്മൾ എങ്ങനെയായിരിക്കണം, അങ്ങനെ ശുശ്രൂഷകൾ ചെയ്യുന്നവരോടുള്ള പ്രതികരണ മനോഭാവം എങ്ങനെയായിരിക്കുന്നത്. രണ്ടാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് അവിടെ വായിക്കുന്നത് 16 വായിക്കുന്നത് ഇങ്ങനെയുള്ളവർക്കും അവരോടുകൂടി പ്രവർത്തിക്കുകയും അധ്വാനിക്കുകയും ചെയ്ത ഏവരും നിങ്ങളും കീഴ്പ്പെട്ടിരിക്കണം എന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. അപ്പോൾ സ്തെഫാനോസും കുടുംബവും ദൈവിക ശുശ്രൂഷയിൽ മേലെ പ്രവർത്തിച്ചു വന്നപ്പോൾ അവിടെയുള്ളവർ അവർക്ക് കീഴ്പ്പെട്ടിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിച്ചതുപോലെ തന്നെ ഇങ്ങനെയുള്ള ദൈവിക മേഖലകൾ ചെയ്യുന്നവർക്ക് അവരുടെ മുന്നിൽ മറ്റു സഹോദരി അല്ലെങ്കിൽ മറ്റു വിശ്വാസികൾ അവരുടെ മുമ്പിൽ ഇങ്ങനെ ശുശ്രൂഷകൾ ചെയ്യുന്നവരുടെ മുമ്പാകെ കീഴ്പ്പെട്ടിരിക്കണമെന്നാണ് വ്യക്തമായി പറയുന്നത്. കീഴ്പ്പെട്ടിരിക്കണമെന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് സബ്മിറ്റ് യുവർസെൽഫ്, കീഴ്പ്പെട്ടിരിക്കണം. നമ്മള് പുതിയ നിയമത്തിൽ തന്നെ ഈ മൂപ്പന്മാരോടുള്ള ബന്ധത്തിൽ നമ്മളത് ചിന്തിച്ച് പഠിച്ച കാര്യമാണ്. മൂപ്പന്മാർക്ക് സഹവിശ്വാസികൾ കീഴടങ്ങി ഇരിപ്പിനെന്ന് പറയുന്നത്. നമ്മൾ പത്രോസ് എഴുതി വന്ന 5-ാമത്തെ വാക്യത്തിൽ മൂപ്പന്മാർക്ക് കീഴടങ്ങി ഇരിക്കുമെന്ന് പറയുന്നുണ്ട്. അതേ പദം തന്നെയാണ് അവിടെയും കീഴടങ്ങി ഇരിക്കുക എന്ന് ഉപയോഗിച്ചിരിക്കുന്ന പദം സബ്മിറ്റ് യുവർസെൽഫ് എന്നാണ്. അതേ പദം തന്നെയാണ് ഇവിടെ ഈ ശുശ്രൂഷകന്മാരോടുള്ള ബന്ധത്തില് ശുശ്രൂഷകന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കണമെന്ന് പറയുമ്പോൾ അതേ അർത്ഥം തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കൂടാതെ തന്നെ നമ്മുടെ 13-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യത്തിലോട്ട് വരുമ്പോൾ അവിടെ വായിക്കുന്ന നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിക്കും. അവിടെയും ഈ പദം തന്നെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത് സബ്മിറ്റ് യുവർസെൽഫ്. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിക്കും. അപ്പോൾ നമ്മൾ തന്നെ ചിന്തിക്കാം, നമ്മളെ നടത്തുന്നവരെ അല്ലെങ്കിൽ മൂപ്പന്മാരെ മുമ്പാകെ നമ്മൾ കീഴടങ്ങിയിരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മളെ നടത്തുന്നവരെ ശുശ്രൂഷകൾ ചെയ്യുന്നവരുടെ മുമ്പാകെ ഒരു കീഴടങ്ങിയിരിക്കുന്ന ഒരു മനോഭാവം നമ്മുടെ ഉള്ളിൽ നിന്ന് വരാറുണ്ടോ? അതോ അവർക്കൊന്നും കീഴ്പ്പെടാതെ നമ്മൾ ഒരു ഭയമില്ലാതെ ആണോ ആയിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. സ്തെഫാനോസും കുടുംബവും അവർ ദൈവിക ശുശ്രൂഷയിൽ തങ്ങളെ തന്നെ ഏൽപ്പിച്ചപ്പോൾ അവർക്ക് മുമ്പാകെ മറ്റുള്ളവർ കീഴടങ്ങിയിരിക്കണമെന്നാണ് വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കൂടാതെ മുന്നോട്ട് പോകാൻ മൂന്നാമതായിട്ട് നമ്മൾ ഒരു കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഇപ്പോൾ വായിച്ച വാക്യത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ അവിടെ ഒരു കാര്യം കൂടെ എഴുതിയിട്ടുണ്ട്. എന്റെ മനസ്സും നിങ്ങളുടെ മനസ്സും നടിപ്പിച്ചുകൊണ്ട് ഇങ്ങനെയുള്ളവരെ മാനിച്ചുകൊണ്ട് ഇംഗ്ലീഷിൽ എനിക്ക് തോന്നുന്നു അഗ്നോളജ് എന്ന പദമാണെന്ന് തോന്നുന്നു. അവരെ മാനിക്കുക എന്നതിന് അവിടെ കൊടുത്തിരിക്കുന്ന പദം എന്ന് പറയുന്നത് അവരെ ഇങ്ങനെയുള്ളവരെ മാനിക്കണം. അപ്പോ ഈ മാനിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ചിന്തിച്ചതുപോലെ അവരുടെ യാഥാർത്ഥ്യം അംഗീകരിക്കുക, അല്ലെങ്കിൽ അത് വകവച്ച് കൊടുക്കുക, അല്ലെങ്കിൽ സമ്മതിക്കുക, ഇങ്ങനെയുള്ള അർത്ഥങ്ങളൊക്കെ ഈ മാനിക്കണം എന്നുള്ള പദത്തിന് മര്യാദമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ ശുശ്രൂഷകൾ ചെയ്യുന്നവരെ തീർച്ചയായിട്ടും ദൈവമക്കൾ അവരെ മാനിക്കുന്ന പ്രക്രിയ അവർക്ക് കൊടുക്കേണ്ടുന്ന സ്ഥാനവും അവർക്ക് കൊടുക്കേണ്ടുന്ന മാനവും ബഹുമാനവും എല്ലാം അവർക്ക് കൊടുത്തേ പറ്റത്തുള്ളൂ. അതാണ് ഇവിടെ സ്തെഫാനോസിനെ കുടുംബത്തെ കുറിച്ച് പറയുമ്പോൾ വളരെ വ്യക്തമായിട്ട് പറയുന്നത്.
ചെയ്യുന്നവരെ മാനിക്കേണ്ടത് ആണെന്ന് നമുക്ക് ഇവിടെ വളരെ വ്യക്തമായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ഒരു കാര്യം കൂടി അതിനോട് ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കാം. ഇവിടെ നാലാമതായിട്ട് നമ്മളൊരു കാര്യം പറയുന്നത് നമ്മള് ദിവസമായിട്ടുള്ള ബന്ധത്തിലാണ്. രണ്ടാം അധ്യായം അതിന്റെ 29ാമത്തെ വാക്യത്തിലോട്ട് വരുമ്പോൾ കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുന്നു ഇങ്ങനെയുള്ളവരെ ബഹുമാനിപ്പിൻ എന്നൊരു പദം നമ്മളോട് കാണാൻ സാധിക്കും. ബഹുമാനിപ്പിൻ, അതായത് അവിടെ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന പദം റെപ്യൂട്ടേഷൻ എന്നുള്ള പദമാണ്. ബഹുമാനിപ്പിൻ എന്ന് കൊടുത്തിരിക്കുന്ന ഒരു അർത്ഥം. അപ്പോൾ ഇങ്ങനെ വേല ചെയ്യുന്നവരെ, ശുശ്രൂഷകൾ ചെയ്യുന്നവരെ ബഹുമാനിക്കണം എന്നാണ് വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പഠിക്കുമ്പോൾ മനസ്സിലാകും. ഈ റെപ്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു വലിയ അധികാരത്തിൽ ഇരിക്കുന്ന അവരുടെ ആ ഒരു പൊസിഷനും അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളും അവർ ആയിരിക്കുന്ന ഒരു അവസ്ഥ, അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ കൊടുത്തിരുന്ന ഒരു അലങ്കാരിക പ്രയോഗമാണ് ഈ റെപ്യൂട്ടേഷൻ. അവരുടെ ഉന്നതമായിട്ടുള്ള നിലവാരത്തെ കുറിച്ച് കാണിക്കുന്ന ഒരു പദമാണ് അവരുടെ ബഹുമാനം, അല്ലെങ്കിൽ അവരുടെ ആ റെപ്യൂട്ടേഷൻ, അല്ലെങ്കിൽ അവരുടെ പ്രസക്തി, അല്ലെങ്കിൽ അവരുടെ കീർത്തി. ഇങ്ങനെയുള്ള അർത്ഥങ്ങളൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ ദൈവികമായിട്ടുള്ള ശുശ്രൂഷകൾ വേലകൾ ചെയ്യുന്നവരെ അവർക്ക് കൊടുക്കേണ്ടുന്ന ബഹുമാനവും അവർക്ക് കൊടുക്കേണ്ടുന്ന പ്രസക്തി അല്ലെങ്കിൽ അവർക്കുള്ള കീർത്തിയും അത് കൊടുത്തേ പറ്റത്തുള്ളൂ. പലതരമായിട്ടുള്ള ദൈവിക ശുശ്രൂഷകളുടെ കാര്യങ്ങൾ സഭയ്ക്ക് അകത്താകട്ടെ സഭയ്ക്ക് പുറത്താകട്ടെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെല്ലാം ദൈവികമായിട്ടുള്ള ശുശ്രൂഷകളാണ്. അങ്ങനെ ശുശ്രൂഷകൾ ചെയ്യുന്നവരെ ബഹുമാനിക്കുകയും അവർക്ക് വേണ്ടുന്ന ആ ഒരു കീർത്തി അത് കൊടുക്കുക തന്നെ ചെയ്യണമെന്നാണ് ഈ യഹോവയെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് 4 കാര്യങ്ങളാണ് ഇപ്പോൾ ചിന്തിച്ചത്. വിശ്വാസികൾ ശുശ്രൂഷകന്മാരോടുള്ള മനോഭാവത്തെ കുറിച്ച് 4 കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. ഒന്നാമതായിട്ട് ആ ശുശ്രൂഷകളോടുള്ള ബന്ധത്തിൽ നമ്മൾ അവരെ കൈക്കൊള്ളണം, റിസീവ് ചെയ്യണം. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിച്ചത് അവർക്ക് കീഴ്പ്പെട്ടിരിക്കണം, സബ്മിറ്റ് യുവർസെൽഫ്, നമ്മൾ സ്വയം അവർക്ക് കീഴടങ്ങി ഇരിക്കണം. മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിച്ചത് അവരെ മാനിക്കണം, അവരെ അക്നോളജ് ചെയ്യണം, അവരെ മാനിക്കണം, അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവരുടെ യാഥാർത്ഥ്യം അംഗീകരിച്ചു കൊടുക്കണം. നാലാമതായിട്ട് നമ്മൾ ചിന്തിച്ച ഒരു കാര്യം, ഇങ്ങനെ ശുശ്രൂഷ വേല ചെയ്യുന്ന കുടുംബങ്ങളെ, ശുശ്രൂഷകന്മാരെ അവരെ ബഹുമാനിക്കണം, അവരുടെ റെപ്യൂട്ടേഷൻ അവർക്ക് കൊടുക്കേണ്ടുന്ന അവരെ കീർത്തി, പ്രസക്തി, അവർക്ക് അർഹിക്കുന്ന കാര്യങ്ങൾ അവർക്ക് കൊടുക്കുന്ന അവരെ ബഹുമാനിക്കണം. എന്നീ 4 കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. അതുപോലെ മറ്റു കാര്യങ്ങൾ ഒരു ശുശ്രൂഷകന്മാരുടെ ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കാനായിട്ടുണ്ട്. നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ വരുന്ന സാഹചര്യങ്ങളിൽ ശുശ്രൂഷകന്മാരുടെ യോഗ്യതകളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അത് മൂപ്പന്മാരോടുള്ള ബന്ധത്തിൽ കുറെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടെന്നാൽ അതിൽ മൂപ്പന്മാരോടുള്ള ബന്ധത്തിൽ ചിന്തിക്കാത്ത ചില